സോ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഈ മോട്ടറിൻ്റെ നമ്മൾ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതൊന്ന് എന്തൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഈ മോട്ടറിന് നമ്മൾ എൻഡിൽ നോക്കുമ്പോൾ സ്റ്റാർട്ടിങ് നോക്കുമ്പോൾ അവിടെ നമുക്കൊരു ചെറിയൊരു നോബ് വന്നിട്ടുണ്ടായിരിക്കും. അവർ നമുക്കിങ്ങനെ കറക്കിയിടാൻ പറ്റുന്ന ഒരു നോബ് നമ്മുടെ അത് മറ്റേ ഇതിൽ ബ്രാസിൻ്റെ എന്തോന്ന് തോന്നുന്നു, ആ ഒരു കളറിലിരിക്കും. അപ്പോൾ അത് നമ്മൾ ഇളക്കി മാറ്റിയിട്ടുണ്ട്, അത് ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ സ്പേസ് ഫ്രീ ആയിട്ട് വിട്ടിട്ട് നമ്മൾ അവിടെ ഒരു എൻഡ് കേപ്പ് നമ്മൾ MC വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. MC വെച്ച് അവിടെ ഫുൾ ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾ എയറിന് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ നമുക്ക് മോട്ടറിന് അത്രയ്ക്ക് ലോഡ് കൊടുക്കേണ്ടി വരില്ല. നമുക്ക് അത്രത്തോളം ലോഡ് കൊടുക്കുന്നവരും മോട്ടർ പെട്ടെന്ന് കേടാവും. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇവിടെ നിന്ന് നമ്മളൊരു എൽബോ കൊടുത്തിട്ടുണ്ട്. എല്ല് കൊടുത്തിട്ട് ഇങ്ങോട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു എല്ല് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ജനൽ തുറക്കണം. ജനൽ തുറക്കേണ്ടതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു എല്ല് കൊടുത്തിട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ബാക്കിലോട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടൊരു എല്ല് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ കണക്ഷൻസ് നോക്കുമ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഈ കണക്ഷൻസ് നോക്കുമ്പോൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇവിടെ ഹോൾ ഇട്ടിട്ട് ഇവിടെ ഒരു ഐ വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? നമ്മളിവിടെ ഹോൾ ഇട്ടിട്ട് ഇവിടെ ഐ വെച്ചിട്ടുണ്ട്. ഐ വെച്ചതിന് ശേഷം അവിടെ നമ്മൾ ചെറുതായിട്ട് MC വെച്ചിട്ടുണ്ട്. ഹോൾ വെച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ഇത് വെച്ചിട്ടാണ്, നമ്മളെ സോൾഡറിങ് ആണ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് വരുമ്പോൾ നമുക്ക് 2 രൂപ വരുന്നുള്ളൂ. ഈ ഐയുടെ കോസ്റ്റ് വരുമ്പോൾ നമുക്ക് 2 രൂപ വരുന്നുള്ളൂ ഒരെണ്ണത്തിന്. അപ്പോൾ നമ്മളങ്ങനെ 20 എണ്ണം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അങ്ങനെ നമ്മൾ 20 എണ്ണം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഐ കൊടുത്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കും. അവിടെ ജസ്റ്റ് നമ്മൾ MC വെച്ച് ഒട്ടിച്ചെടുക്കും. എന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു ഓസ് ഇട്ടിട്ട് അതിൽ നമ്മൾ അഡ്ജസ്റ്റ് കൊടുത്തിട്ട് അതെല്ലാത്തിനും അങ്ങനെ കൊടുക്കും. നോക്കി കാണാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ അഡ്ജസ്റ്റ് കൊടുക്കും. സോ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഇച്ചിരി ഹൈറ്റിൽ നമുക്ക് ഇങ്ങനെ ഇവിടുന്ന് എത്തിപ്പിടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഊരി മാറ്റാം. അവിടെ നമുക്ക് അനക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? പിന്നീട് ഇച്ചിരി എക്സ്റ്റെൻഡ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഊരി മാറ്റാം. അല്ലാണ്ട് ഡയറക്റ്റ് കൊടുത്തുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അവിടെ നമുക്ക് കിടന്ന് എപ്പോഴും പിടിക്കേണ്ടി വരും. അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് വന്നിരിക്കുന്ന ഒരെണ്ണം 15 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. 15 രൂപ എക്സ്റ്റെൻഡ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ എൽബോ കാര്യങ്ങളൊക്കെ 1-2 എണ്ണമൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് കോസ്റ്റ് വരണില്ല. അത് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 10-20 രൂപ ആകത്തുള്ളത് ഒരെണ്ണം വെച്ചിട്ട് വരുമ്പോൾ. പിന്നെ നമ്മൾ ഈ ടൈപ്പ് ഹോസ് മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ 30 മീറ്റർ മേടിച്ചിട്ടുണ്ട്. 30 മീറ്റർ മേടിച്ചിട്ട് നമുക്ക് അത്യാവശ്യം ലെങ്ത് വേണ്ടി വന്നിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഹോസ്. ഞാൻ സൂം ചെയ്ത് കാണിച്ചില്ല. ഫോക്കസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു ടൈപ്പ് തന്നെ പറഞ്ഞാൽ അത്യാവശ്യം മടങ്ങിയാലും ഇഷ്യൂസ് വരാത്തൊരു ടൈപ്പാണ്. ഞാൻ കാണിച്ചു തരാം. മറ്റേ മടങ്ങിയാലും വലിയ കുഴപ്പമില്ലാത്തൊരു ടൈപ്പാണ്, നിന്നോളും. അപ്പോൾ അങ്ങനത്തെ തന്നെ മേടിക്കാൻ ശ്രമിക്കുക. കൂടുതൽ ഹാർഡായിട്ടുള്ളതും മേടിക്കാണ്ടിരിക്കുക. പിന്നെ നമ്മൾ എയർ സ്റ്റോൺ മേടിച്ചിട്ടുണ്ട്. എയർ സ്റ്റോൺ ഒരെണ്ണം 15 റുപ്പീസ് പറഞ്ഞു, 15 രൂപ പറഞ്ഞു. 15 രൂപയ്ക്കുള്ള നമ്മളൊരു 20 എണ്ണം തന്നെ മേടിച്ചിട്ടുണ്ട്. 20 എണ്ണം എയർ സ്റ്റോൺ ഏകദേശം നല്ല വലിപ്പമുള്ളത് മേടിച്ചിട്ടുണ്ട്. അല്ലോ, അത്യാവശ്യം വലിപ്പമുള്ള നീളമുള്ള എയർ സ്റ്റോൺ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് ഡാമേജ് നമുക്കിവിടെ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത് തന്നെ മേടിച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു ടൈപ്പ് എയർ സ്റ്റോൺ കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. തോന്നെ ഒരു തേങ്ങ വീണ് കിടപ്പുണ്ട്. എന്തിൻ്റെ മണ്ടേ കൂടെ വീണെന്ന് അറിയത്തില്ല. ഓക്കെ, അത് വിട്ടിട്ട് അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പോയിട്ടുള്ള നമ്മുടെ ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ ഫിഷ് ടാങ്കിലോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ടിൽ സിറ്റൗട്ടിലുള്ള ഫിഷ് ടാങ്കിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഏഞ്ചലിൻ്റെ ഫ്രൈസ് ഇട്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ എടുത്തിരിക്കുന്ന 4 കണക്ഷൻ, 1, 2, 3, 4 കണക്ഷൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ ഒരെണ്ണം ഓസ്കാർ നെട്ടോ അടങ്ങുന്ന ടാങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം നമ്മളെ പുളിവാഹ അടങ്ങുന്ന ടാങ്ക്. പുളിവാഹയും എല്ലാ സെൻറ്റത്തിൻ്റെ ഒരു കാറ്റഗറിയുള്ള ഒരു ഫിഷുണ്ട് അതിനകത്ത്. പിന്നെ 2 എണ്ണം നമ്മൾ ഈ ടാങ്ക് കൊടുത്തിട്ടുണ്ട്, ലെങ്തി ആയിട്ടുള്ള. അതിൽ നമുക്ക് ലോബ്സ്റ്ററിൻ്റെ ബൾക്ക് ക്വാണ്ടിറ്റി ഇറക്കി വിടാനുള്ളതാണ്. അപ്പോൾ ലോബ്സ്റ്ററിൻ്റെ ക്വാണ്ടിറ്റി ആയി വരുന്നുണ്ട്, എഗ്ഗൊക്കെ ചെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ അത് അതിൽ ചെയ്യാനുള്ള. പിന്നെ അപ്പോൾ അതിനകത്ത് ഫുൾ ഗോൾഡ് ബൾക്ക് ചെയ്യുന്നുണ്ട്, ഫുൾ ഗോൾഡ് ഗപ്പി ബൾക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് അത്യാവശ്യം ഓക്സിജൻ കിടക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. നമുക്കൊരു ലോസ് കിട്ടിയായിരുന്നു, അതുകൊണ്ട്. അപ്പോൾ അവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം കണ്ടോ. ഇവിടെ ഒന്ന് എല്ലാത്തിനും കണ്ടോ നമ്മൾ MC വെച്ച് കൊടുത്തിട്ടുണ്ട്. MC വെച്ച് കഴിഞ്ഞാൽ ലീക്ക് വലുതായിട്ട് വരത്തില്ല.
നമ്മൾ ടൈറ്റായിട്ട് തന്നെയാണ് ഐ ഇറക്കിയിരിക്കുന്നത്, ആ ഒരു ടൈപ്പിൽ എടുത്തിരിക്കണേ. സോ ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ടാങ്കിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഓസ് വരുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഓസാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത്. അത് ലക്കിന് കിട്ടിയത് ഒരു 7-8 മീറ്ററേ ഉള്ളൂ. ക്ലിയർ ഓസ് അങ്ങനെ എന്തോ കൂടിയ ഓസ് നമുക്ക് പരിചയമുള്ളൊരു ചേട്ടൻ തന്നതാണ്. മേടിച്ച് തന്നെ, പൈസ കൊടുത്ത് മേടിച്ച് തന്നെ ഉള്ളി തന്നത്, നല്ല ഓസാണ് തീർന്നിട്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇത്രയും ദൂരം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന 1 ഇഞ്ചിൻ്റെ പൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്താ 1 ഇഞ്ചിൻ്റെ പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം വലിപ്പമുണ്ട് ഇത്, അതാ നമ്മൾ പിടിക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുണ്ട്. കാരണം നമ്മൾ 1 ഇഞ്ച് യൂസ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൽ കൂടെ എയർ ഫ്ലോ ചെയ്യും. നമ്മൾ 1/4 ഇഞ്ച്, പക്ഷേ 1/2 ഇഞ്ച് 3/4 ഇഞ്ചൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അത്രത്തോളം പ്രഷർ കൊടുക്കേണ്ടി വരും. മനസ്സിലായി, മോട്ടറിന് അത്രത്തോളം പ്രഷർ കൊടുക്കേണ്ടി വരും. സോ അപ്പോൾ അത്രത്തോളം പ്രഷർ കൊടുക്കുമ്പോൾ പെട്ടെന്ന് മോട്ടർ കേടാവാനുള്ള ചാൻസും ഉണ്ട്. ഇതിലാകുമ്പോൾ ഫ്രീ ആയിട്ട് എയറിന് ഫ്ലോ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ഈ കംപ്രസർ എന്ന് പറയുമ്പോൾ ഇത്ര സൗണ്ട് അല്ല പറഞ്ഞത്. നമ്മൾ കേൾപ്പിച്ചു തരാം, ജസ്റ്റ് കേൾപ്പിച്ചു തരാം. ഉണ്ടോ, നമ്മൾ സാധാ ചെറിയ മോട്ടറുള്ള സൗണ്ട് മാത്രമേ ഇതെന്ന് പറഞ്ഞുള്ളൂ. നോർമലി കംപ്രസറിന് ഈ ഒരു സൗണ്ടല്ല പറഞ്ഞത്, എന്ന് പറഞ്ഞാൽ നല്ലൊരു അടിച്ചു വന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സൗണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നല്ലൊരു കട്ടക്കുള്ള സൗണ്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 1 ഇഞ്ചിൻ്റെ പൈപ്പ് യൂസ് ചെയ്തെന്ന് വെച്ചാൽ അപ്പോൾ അത്രത്തോളം ഫ്രീ ആയിട്ട് എയറിങ് വരാനും പറ്റും, എത്ര വേണോ നമുക്ക് കണക്ഷൻസ് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓക്സിജൻ്റെ പവർ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ടാങ്കിലും നമ്മൾ ഈ ഒരു രീതിക്ക് തന്നെ വെച്ചിട്ടുണ്ട്. നല്ലൊരു ഫോഴ്സിൽ തന്നെ എല്ലാ ടാങ്കിലും നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ചില ടാങ്കിൽ നമ്മൾ ഇതിലും ഫോഴ്സിൽ വെച്ചിട്ടുണ്ട്, നോക്കിയറിയാം. നല്ല ഫോഴ്സിൽ തന്നെ വെച്ചിട്ടുണ്ട്, കാരണം അത്രത്തോളം പ്രഷർ നമുക്ക് ലോഡ് കൊടുക്കുന്നില്ല പമ്പിന്, ഫ്രീ ആയിട്ട് എയറിന് അങ്ങോട്ട് തന്നെ വിടാൻ ആ രീതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏഞ്ചിൻ്റെ ടാങ്കൊക്കെ വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടാങ്കിലൊരു സർപ്രൈസ് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ 3 സർപ്രൈസ് കിട്ടിയതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു സർപ്രൈസ് ഇതിലാണ് കിടക്കണേ. നമ്മൾ പഴയ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം ഇതിലെന്ത് മീനാണ് ഇട്ടിരിക്കണേന്ന്. അപ്പോൾ അതൊരു സർപ്രൈസാണ്, അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലൊക്കെ നോക്കിയാൽ ഇതിലൊരു ഹെവി ക്വാണ്ടിറ്റി ഗപ്പീസ് കിടപ്പുണ്ട്, ലോക്കൽ ഗപ്പീസ്. എന്നാലും അതിലൊക്കെ നമ്മൾ ഓവറായിട്ട് കൊടുത്തിട്ടുണ്ട് എയർ, കണ്ടോ. പിന്നെ ഇത് ഇച്ചിരി ഓഫായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നമ്മുടെ അബാബിൻ്റെ ടാങ്കിൽ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അത് നമ്മുടെ റെട്ടൈലിൻ്റെ ടാങ്കിലൊക്കെ നല്ല ഫ്ലോയിൽ തന്നെ വരുന്നുണ്ട്, ഉണ്ടോ. ടാങ്ക് നിറഞ്ഞ് നിൽപ്പുണ്ടോ വെച്ചാൽ. പിന്നെ നമ്മുടെ അലിഗേറ്ററിൻ്റെ ടാങ്കിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടോ നമ്മൾ പൈപ്പ് എത്ര ലെങ്ത്ത് വന്നിട്ടുണ്ടെന്നുണ്ടോ, എത്രത്തോളം ലെങ്ത്ത് വന്നിട്ടുണ്ട്. വളരെ നീറ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ചെയ്തതല്ല, പപ്പ ചെയ്തതാണ്. ഞാൻ ചെയ്ത ഇത്ര നീറ്റൊന്നും വരത്തില്ല. സോ നമ്മൾ എല്ലാം നീറ്റായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്, വലിയ ഇഷ്യൂസൊന്നുമില്ല. കണ്ട ഒരു ഫാം സെറ്റപ്പ്, എൻ്റെ ഫാമാണ്. നമ്മളിവിടെ സീലിംഗ് ഇല്ല, തുടങ്ങിയിട്ടില്ല എന്നേ ഉള്ളൂ. നമ്മൾ ഹോൾസെയിലിന് കടയിലൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്, അക്യൂറി ഷോപ്സിലൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്. ഓൺലൈൻ വഴി സീലിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല എന്നേ ഉള്ളൂ, ഉടനെ തുടങ്ങും. അപ്പോൾ നമുക്ക് നോക്കാം എത്ര രൂപ കോസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. നമുക്ക് ഇത് വരുമ്പോൾ ഒരു 20 മേടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ടൈപ്പ് ഹോസ് മേടിക്കാൻ നമുക്കൊരു 300 രൂപ ചിലവ് വന്നിട്ടുണ്ട്. നമുക്ക് ആൾറെഡി ഇവിടെ ഒരു 10-30 മീറ്റർ കിടപ്പുണ്ടായിരുന്നു, അത് പോയിട്ട് ഒരു 30 മീറ്റർ കൂടെ മേടിക്കേണ്ടി വന്നിട്ടുണ്ട്, ടോട്ടൽ 60 മീറ്റർ. അപ്പം നിങ്ങളുടെ ഫാമിനനുസരിച്ചുള്ള ഹോസ് അല്ലെങ്കിൽ ഇതൊക്കെ നോക്കിയിട്ട് മേടിച്ചാൽ മതി. ഇത്രയും വേണ്ടി വരില്ല, കാരണം നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇത്രയും വേണ്ടി വന്നത്. പിന്നെ നമ്മൾ ഹൈറ്റിലും കൂടെ ചെയ്തിരിക്കണം, വളരെ വൃത്തിയോട് വരാണ്ടിരിക്കാൻ വേണ്ടി ഹൈറ്റിലും കൂടെ ചെയ്തിരിക്കണം. അപ്പോൾ 30 മീറ്റർ ഇത് വന്നിട്ടുണ്ട്, അത് 10 എണ്ണം, 20 എണ്ണം. പിന്നെ 300 20 എണ്ണത്തിന് വരുമ്പോൾ 40 രൂപ, 340 പിന്നെ 340 കൂടെ നമ്മൾ ഈ പൈപ്പ് വരുമ്പോൾ 1 മീറ്ററിൻ്റെ 3 പൈപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 3 പൈപ്പ് വരുമ്പോൾ നമുക്ക് 600 സംതിങ് വന്നിട്ടുണ്ട്. 600 കൂട്ടിയാൽ മതി. അപ്പോൾ 600, 700, 800, 940 ഏകദേശമായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യാം, നമ്മൾക്ക് അതെല്ലാം കൂടെ ആക്സസറീസ് എല്ലാം കൂടെ ഈ നമ്മുടെ അഡ്ജസ്റ്റർ, സ്റ്റോണ്, പിന്നെ ഇതെല്ലാം കൂടെ ഒരു 400 രൂപയ്ക്ക് വന്നിട്ടുണ്ട് ടോട്ടൽ. അപ്പം അങ്ങനെ കൂട്ടാം നമുക്ക്. കറക്റ്റ് 400 രൂപ നമ്മൾ എടുത്തിട്ടുണ്ട്, 20 എണ്ണം വെച്ചിട്ടല്ല. 3 ഐറ്റം 20 എണ്ണം വെച്ചിട്ടെടുത്തിട്ടുണ്ട്. സ്റ്റോണ്, എയർ സ്റ്റോണ്, അഡ്ജസ്റ്റർ, അപ്പോൾ അതെല്ലാം കൂടെ ഒരു 400 രൂപ. 400, 600, അപ്പോൾ 1000 ആയി. 1000 പിന്നെ 1300 പൈപ്പും കൂടെ ഒരു 1300. പിന്നെ നമുക്ക് ഇത് വരുമ്പോൾ
കംപ്രസർ വരുമ്പോൾ 2500. മറ്റേ തിരിപ്പുണ്ട് കംപ്രസർ, അത് വരുമ്പോൾ 2500 വരുന്നുണ്ട്. പിന്നെ ചെറിയ ഈ ഇടയ്ക്കിട്ടിരിക്കുന്ന നമ്മുടെ കണക്ടറൊക്കെ പപ്പയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും മേടിക്കേണ്ടി വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒന്നും ബഡ്ജറ്റ് കൂട്ടണില്ല. അപ്പോൾ എല്ലാം കൂടി ഒരു 2300, 2500, 1300, എത്രയായി? 3800, ഏകദേശം ഒരു 4000 രൂപ അടുപ്പിച്ച് ഇത്രയും വൃത്തിക്ക് ഇത്രയും ടാങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് ഓക്സിജൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു 2000-4000 സംതിങ് ഒക്കെ ആണെങ്കിൽ ഒക്കെ എല്ലാം കൂടെ 4000 സംതിങ് ഒതുങ്ങിയാണ്. കാരണം നമുക്ക് മറ്റേ മോട്ടറൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വലിയ കൂടിയ മോട്ടറൊക്കെ ഉണ്ട്, അത് നമ്മൾ ഭാവിയിൽ ഫ്യൂച്ചറിൽ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ആവശ്യമുള്ളൂ. ഓക്കെ, നമുക്കിതിൻ്റെ ആവശ്യമുള്ളൂ. സോ അതുകൊണ്ട് മാത്രം നമ്മൾ ചെറുതെടുത്തിരിക്കണം. എന്നാൽ പോലും നമുക്ക് ഇനിയും 7 ടാങ്കിൽ ഇത് കൊടുക്കാനുള്ള സംഭവം പവർ ഇതിനകത്തുണ്ട്. കണ്ടോ, ഇത്രയും ടാങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. നമ്മൾ സൂക്ഷിച്ച് നോക്കി അറിയാം. ഇതിലൊക്കെ കൊടുത്തിരിക്കുന്ന പവർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 4-5 ചെറിയ മോട്ടറിൽ നിന്ന് കിട്ടുന്ന ഒരു പവറാണ് നമ്മൾ ഒരു ഓസി കൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി 7 ടാങ്കിൽ ഇതേപോലെ വേണമെങ്കിൽ കൊടുക്കാം. 7 കൂടുതൽ വേണമെങ്കിലും കൊടുക്കാം, കുറേച്ചൊക്കെ വേണമെങ്കിൽ. കുറേച്ചെന്ന് പറഞ്ഞാൽ ഇതിൽ അത്യാവശ്യം ഫ്ലോ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു മറ്റേ മോട്ടറൊക്കെ എടുക്കുമ്പോൾ എബോട്ട് 6000-7000 രൂപ മോട്ടറിന് മാത്രമാവും. ബാക്കി പിന്നെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ എടുത്ത് വരുമ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒരു 7-8-9 രൂപയാവും എങ്ങനെ പോയാലും. സോ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കൊരു 4000 അടുപ്പിച്ച് വരുമ്പോൾ നമുക്കെല്ലാം 3800 രൂപ ആയിട്ടുള്ളൂ. 4000 സംതിങ് ആകുമ്പോൾ എല്ലാം ഫുൾ സെറ്റപ്പ് കഴിയും നമുക്ക്. ഓക്കെ, സോ അപ്പോൾ മാക്സിമം ഇങ്ങനെ ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. ഡൗട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തേക്കുക. സോ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. നമ്മൾ ഈ ഒരു സെറ്റപ്പ് കൊടുത്തേക്ക് നമ്മളൊന്നുകൂടെ കാണിച്ചു തരാം. മാക്സിമം നീറ്റായിട്ട് ചെയ്യാൻ നോക്കുക, അതാണ് മെയിനായിട്ട് നോക്കേണ്ട കാര്യം. നമ്മൾ ഇടയ്ക്ക് വെച്ചിരിക്കുന്ന ആ ജോയിനിലൊക്കെ വെച്ചിരിക്കുന്ന നമുക്ക് ഇത് പൈപ്പ് പൊട്ടിക്കുന്ന വശമാണ് വെച്ചിരിക്കുന്നത്. അതിൽ ലീക്കൊന്നും വന്നിട്ടില്ല, ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഇവിടെ ഒരു ബെൻഡ് കൊടുത്തിട്ടുണ്ട്. ബെൻഡ് മീൻസ് ഇത് അപ്പോൾ എന്തോ അടിച്ചു നോക്കി വെച്ചതാണ്, എൻ്റെ ഇടയിൽ കൂടെ കയറ്റി വിട്ടേ. സോ ഇത്രയൊക്കെ ഉള്ളൂ. സോ മാക്സിമം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക, നമ്മൾ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, സോ പിന്നെ നമുക്ക് മോട്ടറിൻ്റെ പിക്ചർ അങ്ങനെ എന്തെങ്കിലും ലിങ്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. മോട്ടർ മേടിക്കേണ്ട ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. സോ ആർക്കെങ്കിലും വേണമെങ്കിൽ മോട്ടർ കയറി മേടിക്കുക. പിന്നെ ഇതിൻ്റെ ആക്സസറീസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ആർക്കെങ്കിലും വേണമെങ്കിൽ കയറി മേടിക്കുക, അല്ലെങ്കിൽ കടയിൽ പോയി മേടിക്കുക. സോ കടയിൽ കിട്ടാത്ത ഏരിയസ് ഉണ്ട്. നമ്മൾ ഈ ഒരു ഏരിയയിൽ തന്നെ മോട്ടർ ഒറ്റ കടയിലേ ഉള്ളൂ. ഈ ഒരു 10-30-50 കിലോമീറ്റർ അടുപ്പിച്ച് ഒറ്റ കടയിൽ കിട്ടിയുള്ളൂ. സോ അതുകൊണ്ടാണ് പറയണേ. വേണമെങ്കിൽ നമുക്ക് ഓൺലൈനിൽ മേടിക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഓൺലൈനിൽ എല്ലാത്തിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. സോ അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതെന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പരിഹരിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ.